എല്ലാവർക്കും നമസ്കാരം. ബ്രൈറ്റ് മൈൻഡ് മാത്സിലേക്ക് സ്വാഗതം. ക്ലാസ് 8 മെൻഷറേഷൻ എന്ന ചാപ്റ്ററിലെ എക്സസൈസ് പാർട്ടാണ് നമ്മളിവിടെ നോക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് 9.1 ചില ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഷേപ്പ് ഓഫ് ദ top surface of a table is a trapezium. Find its area if its parallel sides are 1 meter and 1.2 meter and perpendicular distance between them is 0.8 meter. ഇവിടെ ഒരു ട്രപ്പീസിയമാണ്, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ ടേബിളിൻ്റെ സർഫസ് ട്രപ്പീസിയം ഷേപ്പിലാണ്, ഷേപ്പ് ട്രപ്പീസിയം മോഡലിലാണ്. ഫൈൻഡ് ഇറ്റ്സ് ഏരിയ ഓഫ് ഇറ്റ്സ്, ഇതിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്, ഈ ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അതുപോലെ തന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇറ്റ്സ് പാരലൽ സൈഡ് 1 മീറ്റർ, പാരലൽ സൈഡ് തന്നിട്ടുണ്ട് 1 മീറ്റർ ആൻഡ് 1.2 മീറ്റർ, 1.2 മീറ്റർ. ട്രപ്പീസിയത്തിൻ്റെ കേസ്, ട്രപ്പീസിയം എന്താണെന്ന് നിങ്ങൾക്കറിയാം, 4 സൈഡുള്ള ഒരു കോർഡിലേറ്ററാണ്. അതുകൊണ്ട് തന്നെ അവയുടെ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് പാരലൽ ആയിരിക്കും. ഇവിടെ ഈ 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് പാരലൽ ആയിട്ടുള്ളത്. അപ്പോൾ 1 മീറ്ററും 1.2. അതുപോലെ തന്നെ അത് വേറെ തന്നിട്ടുണ്ട്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഈ 2 പാരലൽ സൈഡ് തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.8 മീറ്റർ, 0.8 മീറ്റർ. എല്ലാം മീറ്ററിലാണ്, അത് ശ്രദ്ധിക്കണം. ദെൻ നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ടേബിളിൻ്റെ സർഫസ് ഏരിയ ആണ്, ടേബിളിൻ്റെ ടോപ്പിലുള്ള സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ മുന്നേ ഒരുപാട് വർക്ക് ചെയ്തതാണ് ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാൻ. എങ്കിലും വീണ്ടും നമുക്കൊന്ന് നോക്കാം. എ ഈസ് ഈക്വൽ ടു, ഇവിടെ ഏരിയ പാരലൽ സൈഡ് ഫസ്റ്റ് എ ഈക്വൽ ടു 1 മീറ്റർ ആയിട്ട് എടുക്കാം. എ ഈസ് ഈക്വൽ ടു 1 മീറ്റർ ആൻഡ് ബി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബി ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ, 1.2 മീറ്റർ ആൻഡ് given h, perpendicular distance h is equal to 0.8, h is equal to 0.8 meter, 0.8 meter. Then എന്ത് കണ്ടുപിടിക്കണം? ഏരിയ ഓഫ് ട്രപ്പീസിയം, ഏരിയ ഓഫ് ട്രപ്പീസിയം എ ഈസ് ഈക്വൽ ടു, ഏരിയ ഓഫ് ട്രപ്പീസിയം എ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതുക, ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. എക്സാമിന് ഇക്വേഷൻ എഴുതുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. 1/2 ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി, എ പ്ലസ് ബി, 2 പാരലൽ സൈഡ്സുകൾ തമ്മിലുള്ള സം, h ഇൻറ്റു എ പ്ലസ് ബി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/2 ഈക്വൽ ടു 1/2 ഇൻറ്റു എച്ച്, എച്ച് ഇവിടെ തന്നിട്ടുണ്ട് 0.8, 0.8 ഇൻറ്റു എ പ്ലസ് ബി, A1 പ്ലസ് ബി, ബി ഈസ് ദ ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ്. 1 മീറ്ററിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ സൈഡ്സ് ആണ് 1.2 മീറ്റർ. ഓക്കെ, ദെൻ ടു ഹൗ മെനി ടൈംസ് ഇൻ 0.8, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. വെട്ടുമ്പോൾ 2.8 0.4 ആണ്. then 0.4 into 1 plus 1.2, that is 2.2, 2.2.
22 into 4 equal to 2 into 4 into 2 is 8 and 4 into 2, that is 8. Again 8, 88. The answer 88. ആൻസർ 88 അല്ല, കാരണം പോയിന്റ് ഉണ്ട് ഇവിടെ. പോയിന്റിന് ശേഷം ഹൗ മെനി ഡിജിറ്റ്, എത്ര ഡിജിറ്റ് ഉണ്ട് എന്ന് നോക്കുക. പോയിന്റിന് ശേഷം ഇവിടെ 1, ഇവിടെ 1, ദാറ്റ് ഈസ് 2 ഡിജിറ്റ് വരുന്നുണ്ട് ക്വസ്റ്റ്യനിൽ പോയിന്റിന് ശേഷം. സോ ആൻസറിലും പോയിന്റിന് ശേഷം 2 ഡിജിറ്റ് വേണം. ഇവിടെ 60 വേണമെങ്കിൽ ചേർക്കാം, നിർബന്ധമില്ല. 0.88. ഇതാണ് ഏരിയ. ആൻസർ 0.88. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. മീറ്റർ സ്ക്വയർ ആണ് യൂണിറ്റ്. എപ്പോഴും ഏരിയൻ്റെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. 0.88 മീറ്റർ സ്ക്വയർ. ഇതാണ് ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. The area of a trapezium is 34 centimeter square. The length of one of the parallel side is 10 centimeter and its height is 4 centimeter. Find the length of the other parallel side. ഇവിടെയും ട്രപ്പീസിയം തന്നെയാണ് പറയുന്നത്. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ തന്നിട്ടുണ്ട് നമ്മൾക്ക് 34 centimeter square. ആൻഡ് ലെങ്ത് ഓഫ് വൺ ഓഫ് ദ പാരലൽ സൈഡ്. ഈ വൺ പെയർ ഓഫ് പാരലൽ സൈഡാണ് ഒരു ട്രപ്പീസിയത്തിന് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ വൺ ഓഫ് ദ പാരലൽ സൈഡ് തന്നിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. ഇവിടെ ഈ ഫിഗറിൽ ഈ 2 സൈഡാണ്, 2 ഓപ്പോസിറ്റ് സൈഡാണ് പാരലൽ ആയിട്ടുള്ളത്. അപ്പോൾ വൺ ഓഫ് ദ പാരലൽ സൈഡ് ഈസ് 10 സെൻറ്റിമീറ്റർ. വൺ ഓഫ് ദ പാരലൽ സൈഡ്സ് 10 സെൻറ്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 4 സെൻറ്റിമീറ്റർ. ഈ പാരലൽ സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതായത് ഹൈറ്റ് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അതർ പാരലൽ സൈഡ്. ഓപ്പോസിറ്റ് പാരലൽ സൈഡ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഇതിനെ എ എന്ന് നമ്മൾക്ക് ഡിനോട്ട് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ ഓപ്പോസിറ്റ് പാരലൽ സൈഡിനെ ബി ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ. ദെൻ ഏരിയ എന്താണ് നമ്മൾക്ക് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഏരിയ ആണ്. ഏരിയ ഓഫ് ട്രപ്പീസിയം. ഏരിയ ഈസ് ഈക്വൽ ടു 34 സെൻറ്റിമീറ്റർ സ്ക്വയർ. 34 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദെൻ എ ഈസ് ഈക്വൽ ടു 1 പാരലൽ സൈഡ് തന്നിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ ആൻഡ് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഹൈറ്റ് തന്നിട്ടുണ്ട്. എച്ച് ഈസ് ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഏരിയ കണ്ട ഇക്വേഷൻ ഏരിയ എ ഈസ് ഈക്വൽ ടു ഏരിയ കണ്ട ഇക്വേഷൻ നിങ്ങൾക്കറിയാം 1/2. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ 1/2 എച്ച് ഇൻറ്റു എ പ്ലസ് ബി. എ പ്ലസ് ബി. ഇവിടെ ഏരിയ തന്നിട്ടുണ്ട്. ഏരിയ 34 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ദറ്റ് ഈസ് ഇനി നമ്മൾക്ക് കിട്ടിയ തന്നിട്ടുള്ള വാല്യൂസ് ഇക്വേഷനിൽ കൊടുക്കുക. 1/2 ഇൻറ്റു എച്ച്. ഹൈറ്റ് എത്രയായിരുന്നു? 4 സെൻറ്റിമീറ്റർ ഇൻറ്റു എ പ്ലസ് ബി. എ ഈസ് 10 പ്ലസ് ബി. ബിയുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബി ഈക്വൽ ടു 34. 4 2 times, that is 2 into 10 plus b equal to 34.
10 plus b is equal to 34. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ RHS വരുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. ഇവിടെ 2 മൾട്ടിപ്ലിക്കേഷൻ ഉള്ളത് RHSൽ പോകുമ്പോൾ ഡിവിഷനായിട്ട് മാറും. സോ 34 divided by 2. 2 how many times in 34? 1, 7, 17. So next b is equal to 17 minus ഇവിടെ 10 പ്ലസ് ആണ്, ഇപ്പറാകുമ്പോൾ മൈനസ് ആയി മാറും. -10. 17 minus 10 is 7. So b is equal to 7 centimeter. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. 7 centimeter. ആൻസർ എന്താണ്? ലെങ്ത് ഓഫ് ദ അതർ പാരലൽ സൈഡ് ഈസ് 7 centimeter. Okay. Third question. Length of the fence of a trapezium shaped field ABCD is 120 meter. If BC is equal to 48 meter, CD equal to 17 meter and AD is 40 meter. Find the area of this field. Side AB is perpendicular to the parallel sides AD and BC. എന്തൊക്കെയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അത് ട്രപ്പീസിയം ഷേപ്പിലുള്ള ഒരു ഫീൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ABCD എന്നുള്ള ഒരു ട്രപ്പീസിയം തന്നിട്ടുണ്ട്. സോ ലെങ്ത് ഓഫ് ദ ഫെൻസ് ഓഫ് എ ട്രപ്പീസിയം. ഇവിടെ ഫെൻസിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട് 120 meter. ഫെൻസ് മീൻസ് ബൗണ്ടറി ഓഫ് ദ ഫീൽഡ് ഓർ ബൗണ്ടറി ഓഫ് ദി ട്രപ്പീസിയം. ഈ ബൗണ്ടറി ഓഫ് ദ ട്രപ്പീസിയം തന്നെയാണ് പെരിമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെരിമീറ്റർ എന്ന് വെച്ചാൽ 4 സൈഡിൻ്റെയും ടോട്ടൽ ലെങ്ത് ആണ് പെരിമീറ്റർ. 4 സൈഡ്സുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പെരിമീറ്റർ കിട്ടും. അപ്പോൾ ഫെൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പെരിമീറ്റർ തന്നെയാണ്. ഇവിടെ ഫെൻസ് ഈസ് ഈക്വൽ ടു ഫെൻസ് ഈക്വൽ ടു 120 meter. That is perimeter. അത് തന്നെയാണ് പെരിമീറ്റർ. പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 120 meter. Perimeter is equal to 120 meter. Then പിന്നെ തന്നിട്ടുള്ളത് BC is equal to 48 meter ആണ്. BC എന്നുള്ള സൈഡിൻ്റെ ലെങ്ത് 48 ആണ്. 48 meter. Then CD is equal to CD is equal to 17 meter and AD is equal to 40 meter. AD is equal to 40 meter. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദിസ് ഫീൽഡ്. ഈ ഫീൽഡിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. പെരിമീറ്റർ തന്നിട്ടുണ്ട്, ബട്ട് ഏരിയ ആണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഒരു ഹൈറ്റ് കണ്ടുപിടിക്കണം. ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈറ്റ് വേണം. ഇവിടെ ഹൈറ്റ് ഏതാണ്? ഹൈറ്റ് AB ആയിട്ടാണ് വരുന്നത്. കാരണം ടു പാരലൽ സൈഡ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ സൈഡ് ADയും BCയും പാരലൽ സൈഡാണ്. അപ്പോൾ അവ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് കണ്ടുപിടിക്കണം. അതാണ് ഹൈറ്റ്. ഇവിടെ പാരലൽ സൈഡുകൾ തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് AB ആണ്. AB ഈസ് ദ പെർപെൻഡിക്കുലർ ടു ദ പാരലൽ സൈഡ്സ് AD ആൻഡ് BC. അപ്പോൾ ABയെ നമ്മൾക്ക് എന്തായിട്ട് എടുക്കാം? H ആയിട്ട് എടുക്കാം. Hന് പക്ഷേ ഇവിടെ ലെങ്ത് തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. AB എന്നുള്ള സൈഡ്, അതായത് ഹൈറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? 1/2 ഇൻറ്റു H ഇൻറ്റു A പ്ലസ് B. H ഇൻറ്റു A plus B. 1/2 into H into A plus B equal to 1/2
ഇൻറ്റു എച്ച് കണ്ടുപിടിക്കണം. എച്ച് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എച്ച് ഇൻറ്റു എ പ്ലസ് ബി, എ ആൻഡ് ബി തന്നിട്ടുണ്ട്. 2 പാരലൽ സൈഡാണ്, 2 ഓപ്പോസിറ്റ് പാരലൽ സൈഡാണ് എ ആൻഡ് ബി. എ ഈസ് ഈക്വൽ ടു 40 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 48 ആയിട്ട് നമ്മൾക്ക് എടുക്കാം. സോ 40 പ്ലസ് 48, 40 പ്ലസ് 48, 40 plus 48 equal to 1/2 into h into 40 plus 48 is 88. ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എച്ചിൻ്റെ വാല്യൂസ് അറിയണം. എച്ചിൻ്റെ വാല്യൂ എ ബി എന്നുള്ള സൈഡിൻ്റെ ലെങ്ത്താണ് എച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ ബി കണ്ടുപിടിക്കണമെങ്കിൽ പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഓൾ സൈഡ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന ലെങ്ത്താണ്, ടോട്ടൽ ലെങ്ത്താണ് പെരിമീറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇവിടെ എ ബി പ്ലസ് സി ഡി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് എ ഡി ഈസ് ഈക്വൽ ടു പെരിമീറ്റർ, ദാറ്റ് ഈസ് 120 ആണ്. അപ്പോൾ എ ബി പ്ലസ് ബി സി ഈസ് 48 പ്ലസ് CD is 17 centimeter plus AD is 40 equal to 120. Therefore AB equal to AB plus 48 plus 40, 88 plus 17 is 105 equal to 120. Then AB equal to 120 minus, ഇവിടെ 105 പ്ലസ് ആണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ മൈനസ് ആയി മാറും. 105 ദാറ്റ് ഈസ് ഈക്വൽ ടു 15 meter. So AB is equal to 15 meter, that is H is equal to 15 meter. അപ്പോൾ H കിട്ടി 15 meter. Therefore equation കൊടുക്കുമ്പോൾ 1/2 into 15 into 88, 2 into 1, 2 in 88, 44 equal to 15 into 44. 15 into 44. 15 into 44 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 5 into 4, 20. Remainder 2. 5 into 4, 20 plus 2, that is 22. Then 1 into 4, 4. 1 into 4, 4. This is 44. Then 0. 4 plus 2, 6. 4 plus 2 is 6 equal to 660 meter square. Unit meter square. ഇതാണ് ഏരിയ is equal to 660
മീറ്റർ സ്ക്വയർ. ഇന്നത്തെ വീഡിയോയിൽ എക്സസൈസ് പാർട്ടിലെ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത വീഡിയോയിൽ അടുത്ത 3 ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.